കുറെ നേരമായാലും കഴിയാൻ തുടങ്ങിയിട്ടും കോട്ടയുടെ കളറ് കറുപ്പ, അത്ര കഴിയാലും വെളുപ്പാവൂല. നീ പോ നിന്റെ കാര്യം നോക്ക്. എന്തോന്നടി ഇതിൽ മധുരമൊന്നും ഇല്ലേ? വെള്ള മധുരത്തിൽ കുടിച്ചാൽ മതി, പഞ്ചസാരക്ക് അല്പം വില കൂടുതൽ. കെട്ടുന്ന ചെറുക്കൻ്റെ കാര്യം ഭാഗ്യം തന്നെ, ചെലവ് കുറഞ്ഞിരിക്കുമല്ലേ. ഈ വേണം അച്ഛൻ കണ്ട നിന്റെ ഷർട്ട് ഇട്ടിരിക്കുന്നത് കുട്ടപ്പനായിട്ട്. നല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തിട്ട് എന്നെ പറയിക്കേ. നിന്നെ പറയിക്കട്ടടാ. ചില സമയത്ത് അമ്മയുടെ അതേ സ്വഭാവമല്ലേ ചവക്ക്. നീ എന്തിനാടാ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത്? പാവം കൊച്ച്. നീ പോയി വേഗം റെഡിയാകാൻ നോക്ക്. റെഡിയൊക്കെ ആവാം. അച്ഛാ കഴിഞ്ഞെടുത്താണ്. ഓ അത് ഇന്നലെ തീർന്നടാ. നമുക്ക് വൈദ്യുതി പോയി വൈകിട്ടൊന്നുകൂടെ കാണിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ വൈകിട്ട് വരുമ്പോൾ ഇച്ചിരി കൂടെ മുഞ്ഞി മേടിച്ചോണ്ട് വന്നാൽ മതി. നീ പെട്ടെന്ന് പോയി റെഡിയായേ. അതൊന്നും സാരമില്ലടാ, നീ പോ. ഞാൻ കേട്ടാ കുഴമ്പെന്തി പോയോ? വൈകിട്ട് വരുമ്പോഴത്തേക്കും അതോടെ വാങ്ങിച്ചിട്ട് വരാം. ഓ മറക്കല്ലേ? ഇല്ല. ചേട്ടാ വൈകുന്നേരം വരുമ്പോൾ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ ഒന്ന് വാങ്ങിച്ചോണ്ടേ, മറക്കല്ലേ? നോക്കട്ടെ, പോട്ടാ. ചേട്ടാ ഓക്കെ ചേട്ടാ, ഞാൻ എന്താ വരുന്നോ? അയ്യോ സി സി എങ്ങനെ നടക്കല്ലേ? സി സി പൊന്നൂസിന്റെ മാല പണയം വെച്ചാ ഞാൻ പാവത്തിന് അതെടുത്ത് കൊടുക്കണം. എന്തിനു
എല്ലാവരും അവസ്ഥ ഉണ്ടോ? നീ പണയം വെച്ചെങ്കിൽ ഞാൻ സ്വന്തം മാല വിറ്റാണ് സി സി അടച്ചത്. യവനാകുമ്പോൾ ഭാഗ്യവനാണ്, അതിനെക്കുറിച്ച് ഒരു പേടിക്കേ വേണ്ട. പിന്നെ ഗൾഫ് ചെയ്താൽ മതിയാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാമെന്നും പറഞ്ഞാണ് ഈ ഓട്ടം എടുത്തിറങ്ങിയത്. ഇതിപ്പോൾ ഇത് വിറ്റിട്ട് വീണ്ടും പോകേണ്ട അവസ്ഥയായി. എന്ത് ചെയ്യാനാ? നീ വാക്സിൻ എടുത്താ? OLX 2 ദിവസമായി, ഒരു റിപ്ലൈ കിട്ടില്ല ഇതുവരെ. വാക്സിൻ അല്ലടേ, ഓട്ടോയുടെ പറവടെ. ഞാൻ അതാണ് വെച്ചാൽ വാക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ OLX ഇട്ടിട്ടുണ്ടോ? മിക്കവാറും ജോലിയും കളഞ്ഞ് വേറെ ജോലിക്ക് പോകേണ്ടി വരും. നീ ഇത് കാര്യമായിട്ടാണ് പറഞ്ഞത് കൂടുതൽ വേറെ പോകണം? പിന്നല്ല. ഇപ്പോഴത്തെ ഈ പെട്രോൾ വിലയിൽ എങ്ങനെ ഇത് ഓടി മുതലാവുന്നുണ്ടോ? എവിടെ നേട്ടാ, ആദ്യത്തെ ലോക്ക്ഡൗൺ ആയപ്പോൾ തന്നെ ഒരു വിധമുള്ള എല്ലാ വീട്ടിലും 2 വീലർ എടുത്തു. പിന്നെ അതോടുകൂടി ഉള്ള ഓട്ടവും കുറഞ്ഞു. ഇപ്പോൾ 2 വീലർ ഇല്ലാത്ത ഒരു വീടില്ല. ഇതെങ്ങനെ സ്വന്തം വണ്ടിയാ അതേ വാടകയ്ക്കാ? സ്വന്തം വണ്ടിയൊക്കെ തന്നെ ഏട്ടാ, പക്ഷേ മാസാമാസം നല്ലൊരു തുക CC അടയ്ക്കണം. ഇന്നത്തെ പെട്രോൾ വിലയൊക്കെ ആണെങ്കിൽ ഒന്നും കിട്ടാറുമില്ല. പിന്നെ CC അടയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി, അല്ലാതെ ഇതുകൊണ്ട് വലിയ വരുമാനമൊന്നുമില്ല ഇപ്പോൾ. ആ കാണുന്ന ആ ഗേറ്റിനകത്ത് നിർത്തുമോനെ. എത്രയാ മോനെ? 120 ചേട്ടാ. വേണ്ട, അത് വെച്ചോളൂ. അത് വെച്ചേരെ, ഞാൻ ഈ കഷ്ടപ്പാടാൻ കഴിഞ്ഞിട്ടാണ് വന്നത്. പോട്ടാണേ. വാ കയറിക്കോ. കുഴപ്പമില്ല, കയറിക്കോ. സ്കൂൾ വഴിയാ പോകുന്നത്. ഒരു സ്കൂളിൽ യൂണിഫോം തന്നെ? തന്നെ നമ്മളെ എല്ലാം ഒരേ സ്കൂളിൽ തന്നെ. ഇവൻ ഫസ്റ്റ് ഇയർ, ഇവൻ കൊമേഴ്സ് പഠിക്കുന്ന, ഞാൻ BHSC. 3 യൂണിഫോമാണോ? അണ്ണാ. സാൻബ്രേക്ക് കൊണ്ട് ശരിയാക്കൊണ്ട് പണം വേണ്ടേ? സമയം പണിയാണേ ആ വണ്ടിയിൽ. മൊത്തം പണി. പിന്നല്ല പൈസയില്ല. എൻ്റെ പൊന്നമ്മാവ നേരം വെളുത്തിട്ട് 5 ദിവസത്തേക്ക് ഓടിയില്ല. ഒന്ന് പോയി നിങ്ങൾ. ചായ അവൻ ദാരിദ്ര്യം പറയുകയും ചെയ്യും, ഭയങ്കര ദാനശീലമാണ്. ഇങ്ങനെ എങ്ങനെ ഓട്ടോ ഓടിയാൽ മൂലമാകും? അല്ല, ദാനശീലമല്ലല്ലേ. ഇതേപോലെ നമ്മുടെ അടുത്ത് ആരെങ്കിലും വിശക്കുന്നെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ 1 രൂപ 2 രൂപ കൊടുക്കും. കൊടുത്ത അയാൾക്ക് ഒരു ചായക്കുള്ള ഇങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ നിൽക്കും. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞല്ലേ, പക്ഷെ അവർ ആക്സിഡൻറ്റിൽ മരിച്ചു. അതെ, നീ എണ്ണ അടിച്ചാടേ ഇന്ന്. ഈ പൈസക്ക് എങ്ങനെയാണ് മുതലാവുന്നത്? അറിയാൻ 10-20 കൂട്ടി വാങ്ങാടെ. അപ്പോൾ എങ്ങനെ 10-20 കൂട്ടി വാങ്ങും, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ അത് എവിടെ തികയാമെന്ന്? ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എത്ര രൂപയാണ്? കാൽക്കുലേറ്റർ കൂട്ടാൻ വേണ്ടി മാത്രം നീ ഓടിയാടേ ഇന്ന്. അതല്ലേ, ഇന്ന് ഇറങ്ങിയപ്പോൾ പുന്നൂർ സെൻറ്റർ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. 500 രൂപ കൂടുതൽ ആളില്ലേ? പാട്ടുള്ള വണ്ടി പോയാൽ നമുക്ക്. പാട്ടുള്ള വണ്ടി കയറി. പെട്ടെന്ന് കൊണ്ട് ബാറിലേ. എവിടെ? ബാറില് കേട്ടിട്ടില്ലേ? വാർന്ന് കേട്ടിട്ടില്ലേ? ആദ്യമായിട്ടോ ഓടുന്നത്? ചാട്ടാക്കടേ പോടേ. അണ്ണാ അവന്മാരെ ഒന്ന് വിളിയണ്ണ, കുപ്പി എടുക്കാൻ വേണ്ടി കുറേ നേരമായി.
എടുക്കുന്നില്ലല്ലോ മാരിത്. പെട്ടെന്ന് പോട്ടാ. പറഞ്ഞു വേറെ വണ്ടി വരാൻ വിളിച്ചോണ്ട് പോയാൽ കേൾക്കൂല. ഹലോ, എന്തായാലും എവിടെ എത്തി നിങ്ങള്? ഓ നമ്മളിതാ വരുന്നു. ഒടുക്കത്തെ തിരക്ക് വിവറായിച്ചില് നമ്മളതാ ബാറിലോട്ട് പോണ്. അല്ലെ ഇന്നൊന്നും അടിക്കാനൊന്നും പറ്റില്ല. കൈയും വിറച്ചിട്ട് പാടില്ലല്ലോ. വെറുതെ അവിടെ തുപ്പി തുപ്പി ഇരിക്കുന്നു. എന്റെ ഒരു വൈറ്റൊന്നും ഇല്ല. നീ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യും. നീ അവിടെ നിന്ന് അശോക മാമൻ്റെ പറഞ്ഞ് എന്റെ പേര് പറഞ്ഞ ഒരു കുപ്പി മിനറൽ വാട്ടറും ടെച്ചിൻ തിന്നുള്ള സാധനം മേടിച്ചു. നമ്മളിതാ വരുന്നു. 10-200 അധികം ആയാലും കുഴപ്പമില്ല. നമ്മൾ ബാറിൽ നിന്ന് സാധനം മേടിച്ചോണ്ടേ വരും. അസുകൊണ്ട് ഇടയില്ല. എന്റെ എവിടെ നിറ പൈസ ഇരിക്കുന്നത്? ശരി, നീ വെച്ചോ. വാ വാ വാ, ശരി ശരി, നോക്കട്ടെ. ഡേയ്, നിന്റെ എല്ലാം ഉണ്ടോ? എന്തിലൊന്നും ഇല്ല. അസുകൊണ്ട് അവിടെ ഇപ്പൊ അവന്റെ പേര് പറഞ്ഞാൽ പറഞ്ഞു. എനിക്കൊന്നും വയ്യ, നിങ്ങൾ പേടിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? പിന്നെ ഞാൻ തന്നെ പോയിട്ട് വരാം. അല്ല, കൊണ്ടു തരുമ്പോ നക്കറിയാലോ. അതെനിക്കറിയാം നക്കാൻ. പോട്ട്. സമയം പോടി. നീ സമാധാനപ്പെടാ. നില്ലടിയാ, ചെരുപ്പ് ഇട്ടോട്ടെ. നീ കാശ് കൊടുത്തു അടങ്ങേ. എത്ര 100 രൂപ ഏത് കണക്കിന്? അവിടെ നിന്ന് ഇവിടം വരെ 70 രൂപയുടെ ഓട്ടോ അല്ലേ ഉള്ളൂ. പിന്നെ തനിക്ക് എന്താ 100 രൂപ? ബായി ഇന്നത്തെ പെട്രോൾ വിലയ്ക്ക് മുതലാവുണ്ട്. നീ ബായി എന്നല്ല ബംഗാളിയെ പോയി വിളിച്ചാൽ സർക്കാർ ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം പ്രത്യേകം പൈസ വിടാൻ പറ്റത്തില്ല. ഇവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കണം. ഇത് ഇദ്ദേഹം നമ്മളൊരു ഓട്ടോ വിളിച്ച് വന്നിട്ട് കിലോമീറ്റർ 70 രൂപ ഓട്ടത്തിന് ഇയാൾ നമ്മുടെ 100 രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ പ്ലീസ് തനിക്കുള്ള പണി ഇത്രയും അധികം ചാർജ് മേടിക്കും കേട്ടാ. ഞാൻ അതിന് നീ അവിടെ അടങ്ങ്. നീ എടുത്തോട്ട് പോടേ. നീ നോക്കിക്കൊണ്ടിരിക്കാ. നീ ഷെയറാക്കടാ, ഷെയറാക്ക്. ഉമ്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ആടാ, അല്ലെങ്കിൽ ഈ ആട്ടോക്കാരന്മാർ ഇങ്ങനെ കുഴപ്പമുണ്ട്. എടാ, നീ എൻ്റെ അക്കൗണ്ട് കയറി മക്കൾ ഷെയറാക്കിയിട്ടുണ്ടോ? ഇത് ഇദ്ദേഹം നമ്മളൊരു ഓട്ടോ വിളിച്ച് വന്നിട്ട് കിലോമീറ്റർ 70 രൂപ ഓട്ടത്തിന് ഇയാൾ നമ്മുടെ 100 രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. ഇവന്റെ വണ്ടി നമ്പർ, ഇവന്റെ വണ്ടിയുടെ പേര് ഇതാണ്, ഗണപതിപുര. ഈ ഫോട്ടോയിൽ കാണുന്ന ഇവിടെ അല്ലേ വണ്ടി? അതെ സാർ. ഇപ്പം പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു സാർ. ഇപ്പോഴങ്ങ് പോയതേ ഉള്ളൂ. എന്താ സാർ? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ട് പുള്ളിനൊന്ന് കാണാനുള്ള കാര്യം. കുഴപ്പമുണ്ടോ സാർ? കുഴപ്പമൊന്നുമില്ല, പറഞ്ഞില്ല. ആള് വേറെ പ്രശ്നക്കാരനൊന്നുമില്ല സാറേ. ഇവിടെ പാവമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും പോയതേ ഉള്ളൂ. കാരണം സാറിനെ കാണാം. ഒരു ആട്ടോയുടെ പിറകിലൊരു വയലിൻ്റെ കാർട്ടൂൺ ഇട്ടിട്ടുണ്ട്. ആ, 1 കിലോമീറ്റർ ആകുമല്ലോ സാർ പോയിട്ട്. ശരി, നമുക്ക് നോക്കാം സാർ, നമുക്ക് നോക്കാം. ശരി, നോക്കാം. എന്താ സാറേ, എന്താ കാര്യം? ഈ വേണ്ടി ഒരു ഓട്ടം പോകില്ല, നമുക്ക് പോവാം. എന്താ സാറേ കാര്യം അറിഞ്ഞാലേ ഇയാൾ പോകാം. ഇയാളെ പാട്ടിൽ പോകും.
ഹലോ ആ സാർ ആ ഓട്ടോക്കാരനെ വണ്ടിയും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഓക്കെ ശരി സാർ. ഓക്കെ സാർ എന്താ സാർ കാര്യം എന്ന് പറഞ്ഞത്? കാര്യമൊക്കെ പറയാം, നീ ഇപ്പോൾ വണ്ടി എടുക്കും. അനിയാ മോളിൽ നിന്നുള്ള ഉത്തരവാണ് നിന്നെ വണ്ടി കസ്റ്റഡി എടുക്കാൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാർ. നീ അധിക ചാർജ് ഈടാക്കുന്നു പറഞ്ഞൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ കസ്റ്റഡി എടുക്കാൻ പറഞ്ഞത്. സാറേ അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയല്ല സാറേ. ഇപ്പോൾ തൽക്കാലം നീ ഞങ്ങളോട് സഹകരിക്കും. അവിടെ വന്ന് ഓഫീസിൽ വന്ന് സാറിനെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിച്ച് തീർക്കാം. ഇപ്പോൾ വണ്ടി എടുക്കും. നീ ഇപ്പോൾ വണ്ടി എടുക്കുക, വണ്ടി എടുക്കും. ബാക്കി സേഫ്റ്റി സംസാരിക്കാം. നീ വണ്ടി എടുക്കണേ. സാറേ ഞാൻ ബാക്കി വണ്ടി